ഒരു പഠനം നടന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് അറിവ് അല്ലെങ്കിൽ ബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ആ പഠനത്തെ തെളിഞ്ഞത്, നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിക്കുമ്പോൾ മൊത്തം നമുക്കുണ്ടാകുന്ന അറിവിന്റെ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൊത്തം അറിവിന്റെ ഏതാണ്ട് 25% കിട്ടും. പിന്നെ 75% കിടക്കില്ലേ? ഈ 75% എങ്ങനെ കിട്ടും? പിന്നീട് കിട്ടുന്ന 25% എന്ന് പറയുന്നത് അവര് അല്ലാതെ സിലബസിലുള്ള അല്ലാതെ വായിക്കുന്ന പുസ്തകങ്ങൾ. ഈ പഠനം നടക്കുന്ന കാലത്ത് ഈ മൊബൈൽ ഫോണും ടി വിയും ഒന്നും അത്രമാത്രം പ്രാവർത്തികമായൊരു സമയമല്ല. അന്ന് തെളിഞ്ഞത് പുസ്തകങ്ങൾ, മാഗസിൻസ്, പത്രങ്ങൾ മുതലായ വായിക്കുന്നതിലൂടെ 25%. ഇപ്പോഴെങ്ങനെ? സോഷ്യൽ മീഡിയയിൽ വരുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ പത്രങ്ങൾ, മാഗസിൻസ്, പുസ്തകങ്ങൾ എല്ലാം അപ്പൊ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഇത് കൂടെ വരും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 25%. പിന്നെ 25% എങ്ങനെ? പിന്നെ 25% നല്ല അറിവുള്ള ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴും അവരുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോഴും പിന്നെ ഏതാണ്ട് 25% അറിവ് നമുക്ക് അങ്ങനെയും ലഭിക്കുന്നു. ഇതെല്ലാം ഒരു ഏകദേശമാണ്, ഇതൊന്നും കൃത്യമായ ഒരു കണക്കൊന്നുമല്ല, ഓരോ വ്യക്തികളിൽ മാറിക്കൊണ്ടിരിക്കും. പിന്നീട് ഇനി ഒരു 25% ഉണ്ടല്ലോ, അതെവിടെ? അതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. എന്തോ, ചുമ്മാ അങ്ങ് സഞ്ചരിച്ചാൽ മതി, നമുക്ക് അറിവ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒരാൾക്ക് ഒരു 25% അറിവുണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട, ചുമ്മാ നാട് കണ്ട് നടന്നാൽ മതി. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ വളരെ പ്രശസ്തനായിട്ടുള്ള മലയാളത്തിന്റെ എല്ലാ സമസ്ത മേഖലയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട മഹാനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. പക്ഷെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരുന്നു. 5ഓ 6ഓ ക്ലാസ്സിലേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. അപ്പം കഥ എഴുതിയിട്ട്, അന്നേ കഥ എഴുതും. കഥ എഴുതി ചേട്ടനെ കൊണ്ട് കാണിച്ചു, എന്റെ കഥയൊന്ന് വായിച്ചു നോക്കും. ആരാ? സ്കൂളിലെ സാറാ, മാഷ്. കഥ എടുത്ത് വായിച്ചു നോക്കിയപ്പോ എന്തുവാ എഴുതി വെച്ചിരിക്കുന്ന? മൊത്തവും തെറ്റ്, അക്ഷരത്തെറ്റിന്റെ ഒരു കൂടാരം. ചേട്ടൻ ഈ കഥ എടുത്ത് എറിഞ്ഞ് പോയി അക്ഷരം പഠിയിടാ. ബഷീർ എന്തോ ചെയ്ത് വായി തോന്നിയൊക്കെ പറഞ്ഞു ചേട്ടനെ അതങ്ങ് പോയി. ഈ ബഷീർ, ഈ അക്ഷരം അറിഞ്ഞുകൂടാത്ത ബഷീർ, അന്ന് ചേട്ടനാൽ അധിക്ഷേപിക്കപ്പെട്ട ബഷീർ എഴുതിയ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള രചനകള് പിന്നീട് BA-ക്കാർക്കും MA-ക്കാർക്കും ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോഴേ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം കുട്ടിക്കാലത്തെ നാട് വിട്ടുപോയി അലഞ്ഞിരിഞ്ഞ് നടന്ന് കൽക്കട്ടയിലും ഡൽഹിയിലും ഒക്കെ ആയിട്ട് നടന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്